ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വിവരസാങ്കേതിക വിദ്യ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ വിശാലമാകേണ്ടതിന് പകരം സ്വാർത്ഥ ചിന്തയിൽപ്പെട്ട് ഇടുങ്ങിപ്പോവുകയാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. മൊസാഡിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വയോജന പദ്ധതിയുടെ 5ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന വൊസാഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വയോജനക്ഷേമ പദ്ധതിയുടെ 5ാം ഘട്ട ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ CMI കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ എബ്രഹാം വെട്ടിയാങ്കൽ അധ്യക്ഷനായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10 ജില്ലകളിലാണ് വൊസാഡിന്റെ നേതൃത്വത്തിൽ സാധുജന സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന കാലമാണിതെന്നും പണം ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് സന്തോഷവും സമാധാനവും കിട്ടില്ലെന്നും വയോജനങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പൊതുസമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പുതിയ തലമുറ ശ്രമിക്കണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഇത് 5ാം ഫേസിന്റെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ അവരുടെ വളർച്ചയുടെയും നന്മയുടെയും എല്ലാം മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന വയോജന ദൗത്യത്തിൻ്റെ വൊസാഡ് ഒരുക്കിയിരിക്കുന്ന 2013 മുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു 13 മുതൽ ആരംഭിച്ച ജർമ്മൻ പ്രോജക്റ്റ് അതിൻ്റെ 5ാം ഫേസിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും അത് വിശാലമായ മേഖലയിൽ ഉപരിപ്രവർത്തനങ്ങൾക്കിടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. വയോജനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു കാലമാണിന്ന്. മക്കളൊക്കെ പറന്നു വിദേശത്തേക്ക്, പലയിടങ്ങളിലും പൈസയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃദ്ധജനങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു. അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സന്തോഷമില്ല. പണം എന്നുള്ളത് കൊണ്ടൊന്നും ആർക്കും സന്തോഷം കിട്ടുന്നില്ല. മക്കൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പലർക്കും, പക്ഷെ പൈസ കൈ കിട്ടിക്കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? സ്നേഹം പൈസയിൽ പൊതിഞ്ഞെത്തിക്കഴിഞ്ഞിട്ട് അത്ര കണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ മക്കളെയും പുറത്തേക്ക് പറഞ്ഞു വിടരുത്. പുറത്തേക്ക് പോകുന്നവരെല്ലാവരും ഒന്നും രക്ഷപ്പെടുന്നില്ലെന്ന കാര്യം നമ്മൾ ആദ്യം ഓർക്കണം. നമ്മുടെ നാട്ടിലുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇവിടെ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇവിടെ തന്നെ വേര് പിടിക്കാനും കഴിയുന്നതാണ് ഏറ്റവും ഉത്തമം. പിറന്നു വീണ മണ്ണിനോടുള്ള പ്രതിബദ്ധത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഈ നാടിനെ ഐശ്വര്യപൂർണ്ണമാക്കണം. ഭാരതം നമ്മുടെ അമ്മനാടാണ്. ഇവിടെ തന്നെ പലതും ചെയ്യാനായിട്ട് മിടുക്കരായ നമ്മുടെ മക്കൾക്ക് സാധിക്കണം എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായിരുന്നാലും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് വൃദ്ധജനങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനോ ദേവാലയ വികാരി ഫാദർ ജോസ് മംഗലത്ത്, വയോജന ഫെഡറേഷൻ ലീഡർ കുട്ടപ്പൻ, വൊസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി, അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് മംഗലത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the right beginning for your child? Admissions are now open for 2026 to 2027 at St. Martha's English Medium Nursery School, Kattapana. Managed by St. Martha's Sisters, our school offers a caring and secure environment where children learn with confidence and joy. With qualified teachers, a CBSE curriculum, engaging cultural activities, and a campus surrounded by natural beauty, we focus on the complete growth of every child. Transportation facilities are available for your convenience. To know more, call 98465 21767 or 99613 23329. St. Martha's English Medium Nursery School, Kattapana, where little learners grow with love.